ഹായ് ഗായ്സ്, വ്യൂവേഴ്സ് ടെക് നിസാം യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു ടെക്നോളജി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാ സുഹൃത്തുക്കളും താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ആ ഒരു ബെൽ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുന്നതിലൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ ഗൈസ്, നമ്മുടെ ചാനൽ 2.5K സബ്സ്ക്രൈബേഴ്സ് ആണ്. എല്ലാവരും മാക്സിമം നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലേക്ക് ഡയറക്റ്റ് പോകാം. അപ്പോൾ ഗൈസ്, നിങ്ങൾ ടൈറ്റിലും തമ്മിലും കണ്ട പോലെ തന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഇൻസ്റ്റാഗ്രാമിലെ കുറച്ച് ഹിഡൻ സെറ്റിങ്സ് ആണ്. സോ ഗൈസ്, അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിൽ ഓൾറെഡി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. സോ എങ്ങനെ നമുക്കൊരു പ്രൊഫഷണൽ അക്കൗണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത്. സോ ആ ഒരു വീഡിയോ കാണാത്തവർ ജസ്റ്റ് ആ ഒരു ഐ ബട്ടണിലുള്ള ലിങ്ക് വഴി ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക. സോ ഗൈസ്, ആ ഒരു ഹിഡൻ സെറ്റിങ്സ് എന്താണെന്ന് നോക്കാം. അതിനുവേണ്ടി നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ ഫോണിലെ ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. പിന്നീട് നിങ്ങൾ പ്രൊഫൈൽ ഐക്കൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതായത് നിങ്ങളുടെ അക്കൗണ്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. സോ ഗൈസ്, അതിന് ശേഷം നിങ്ങളൊരു പോസ്റ്റ് അപ്ലോഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഒരു റീൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. സോ ഞാനതെല്ലാം ഒരു പോസ്റ്റ് അപ്ലോഡ് ചെയ്യുകയാണ്. ഗൈസ്, നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗത്തെത്തുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക. സോ ഞാനിവിടെ ജസ്റ്റ് ഒരു ക്യാപ്ഷൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുകയാണ്. സോ ഡെമോ ഗ്രീൻ സ്ക്രീൻ എന്നാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. സോ കാരണം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ജസ്റ്റ് ഒരു ഇമേജ് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തതാണ്. സോ ഞാനിവിടെ ഡെമോ ഗ്രീൻ സ്ക്രീൻ എന്ന് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുവാണ്. ഇവിടെ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കുറേ ഓപ്ഷൻസ് കാണാൻ വേണ്ടി പറ്റും. സോ അത് ഞാൻ എനേബിൾ ചെയ്യുന്നില്ല. ഇവിടെ അഡ്വാൻസ്ഡ് സെറ്റിങ്സ് ഒരു ഭാഗമുണ്ട്, അതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് 3 ഓപ്ഷൻസ് തെളിയുന്നതായിരിക്കും. ഷെഡ്യൂൾ ദിസ് പോസ്റ്റ്, അതുപോലെ തന്നെ ലൈക്ക് ആൻഡ് വ്യൂവേഴ്സ്, പിന്നെ കമൻറ്റ്സ് എന്ന ഒരു ഭാഗം. സോ നിങ്ങൾ ഷെഡ്യൂൾ ദിസ് പോസ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ നാളെ ഒരു ട്രിപ്പുണ്ട്, പക്ഷേ നിങ്ങൾക്ക് നാളെ ഒരു സ്റ്റോറി അല്ലെങ്കിൽ റീൽ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു റീൽ നിങ്ങൾക്ക് നാളത്തേക്ക് ഇന്ന് ഷെഡ്യൂൾ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഡേറ്റും ടൈമും അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് റീൽസും പോസ്റ്റും ഷെഡ്യൂൾ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ തൊട്ട് താഴെയുള്ള ഭാഗം നിങ്ങൾക്ക് നിങ്ങളുടെ റീൽസിൻ്റെയും പോസ്റ്റിൻ്റെയും ലൈക്സ് ഹൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അതിന് തൊട്ട് താഴെ നമുക്ക് കമൻറ്റ്സ് ഓഫ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. നമുക്ക് യൂട്യൂബിലൊക്കെ ഓഫ് ചെയ്ത പോലെ തന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും നിങ്ങൾക്ക് കമൻറ്റ്സ് ഓഫ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഗൈസ്, ഇത്രയുമാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ കുറച്ച് ഹിഡൻ സെറ്റിങ്സ്. പിന്നെ ഗൈസ്, ഞാൻ ഈ ഒരു പോസ്റ്റ് ജസ്റ്റ് ഒന്ന് പബ്ലിഷ് ചെയ്യുവാണ്. സോ നിങ്ങളെ പോസ്റ്റ് ഷെഡ്യൂൾ ചെയ്യുവാണെങ്കിൽ കുറച്ച് സെറ്റിങ്സ് കൂടിയുണ്ട്. സോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്ക് പോവുകയാണ്. സോ അതിനുശേഷം നിങ്ങൾ വീണ്ടും നിങ്ങളുടെ അക്കൗണ്ട് പേജ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. സോ അതിനുശേഷം നിങ്ങൾ ഇവിടെ 3 ലൈൻസിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആ ഒരു 3 ലൈൻസിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് സ്ക്രോൾ ഡൗൺ ചെയ്ത് കാണാൻ വേണ്ടി പറ്റും ഷെഡ്യൂൾഡ് കണ്ടൻറ് എന്ന ഒരു ഭാഗം. സോ ആ ഒരു ഭാഗം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ ഷെഡ്യൂൾ ചെയ്ത ഒരു പോസ്റ്റ് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ നിങ്ങൾക്ക് 4 ഓപ്ഷൻസ് തെളിയുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പോസ്റ്റ് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റൊരു ടൈമിലേക്ക് ഒരു പോസ്റ്റ് റീഷെഡ്യൂൾ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഈ ഒരു പോസ്റ്റ് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒളിഞ്ഞിരിക്കുന്ന ഹിഡൻ സെറ്റിങ്സ്. സോ ഗൈസ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമാറ്റീവ് ആണെന്ന് കരുതുന്നു. സോ ഗൈസ്, ഇൻഫോർമാറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഗൈസ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് വെക്കുക. അപ്പോൾ ഇതിനും പുതിയ ഒരുപാടധികം വീഡിയോകളുമായി നിങ്ങളുടെ മുന്നിലേക്ക് ഇനിയും എത്താൻ പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ നിസാം സൈനിങ് ഔട്ട്. I know you told your friend you're not okay, and tell me what's wrong and why you never said you felt that way. Guess you're trying to stay strong and fake a smile until I look away. But I've known you too long, it hurts to watch your blue